ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന മെഹിർ എന്ന് പറയുന്ന 15 വയസ്സുകാരൻ ചോയ്സ് അപ്പാർട്ട്മെന്റിന്റെ 26-ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തതിൽ ഇത്രയും ദിവസത്തെ മൗനം വെടിഞ്ഞ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ അധികൃതർ. അതിൽ അവർ പറയുന്ന കാര്യം, ഈ മിഹിർ എന്ന് പറയുന്ന പയ്യൻ സ്ഥിരം പ്രശ്നക്കാരനാണ്. ഇതിനു മുമ്പ് പഠിച്ച ജെംസ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് ഒരു വിദ്യാർത്ഥിനിയെ ആക്രമിച്ചതിന് അവിടെ നിന്ന് TC കൊടുത്ത് പറഞ്ഞു വിട്ടതാണ്. മൊത്തം പ്രശ്നക്കാരനാണ്, അവനെ കൊണ്ട് ഒരു രക്ഷയില്ലാത്തവനാണ് എന്നാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂളുകാർ പറയുന്നത്. ഈ കുട്ടി മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണോ ഇവൻ ഇത്ര വലിയ പ്രശ്നക്കാരനാണ് എന്ന് പറയുന്നത്? അങ്ങനെ ഒരു പ്രശ്നക്കാരനായ ഒരാളെ ഇതുപോലെ ഇത്രയും പേര് കേട്ട പെരുമയും ഇത്രയും അധികം എന്താ പറയുക വലിയ സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കുന്നു, കുട്ടികളെ നോക്കുന്നു എന്നൊക്കെ പറയുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ഇത്രയും ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഇവർ പറയുന്ന രീതിയിലാണെങ്കിൽ ഒരു കുട്ടിയെ ഇത്രയും കാലം അവരവിടെ നിർത്തുമോ? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇപ്പോൾ ഈ സ്കൂളിനെതിരെ ശക്തമായ ആരോപണം വന്നു, പ്രതിഷേധങ്ങൾ വരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇവർക്ക് ഈ കുട്ടി ഒരു വലിയ കുറ്റവാളിയെ പോലെയായി മാറിയത്. വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്, അവരുമായിട്ട് സംസാരിക്കാൻ നമുക്കൊരു ഇതില്ല കേട്ടോ. പിന്നെ ഇവർ പറഞ്ഞ ഒരു വിദ്യാർത്ഥിനിയെ ആക്രമിച്ചതുകൊണ്ടാണ് അവിടെ നിന്ന് പുറത്താക്കിയത്. ഇവരിൽ തെളിവൊന്നുമില്ല കേട്ടോ, അത് പറയുന്നതിന് തെളിവൊന്നുമില്ല. ആ കുട്ടിക്ക് TC കൊടുത്ത ഒരു സ്കൂളിൽ നിന്ന് TC കൊടുത്ത് ഇവരുടെ സ്കൂളിലേക്ക് വരുന്ന കുട്ടിയുടെ പൂർവ്വകാല ചരിത്രം ഇവർക്ക് അറിയാമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇവർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കില്ല. അതൊരു സത്യമാണ്. നമ്മളെല്ലാം ഉണ്ണുന്നത് ചോറല്ലേ? ഇത് പറയുന്നതും കേൾക്കുന്നതുമായ ആളുകൾക്കെല്ലാം കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. എന്തായാലും മെഹിറിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ഇപ്പോൾ ഈ എന്താ പറയുക, പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായിട്ടൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളെല്ലാം